അതുപോലെ ഈ കേരളത്തിലുള്ള ഒരുപാട് ആൾക്കാർ ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടി തിയേറ്ററിലേക്ക് ഇടിച്ചു കയറുന്ന കാഴ്ചയാണ് ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളിൽ കണ്ടിരിക്കുന്നത്. ഇതും വെറും വെഡിത്തരം, അത് തന്നെയല്ല മലയാളികളെ പറ്റിക്കുന്നു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഇത്രയ്ക്കും ഈ സിനിമ ഒന്നുമല്ല, ഈ സിനിമ എന്ന് പറയുന്നത് ഒന്നുമല്ല, ഇതിന് മാത്രം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷെ ഇത് മുഴുവൻ ജനങ്ങളെ വെറും വിഡ്ഢികളാക്കിക്കൊണ്ട് ഇതിന്റെ നിർമ്മാതാക്കളും അണിയറ പ്രവർത്തകരും ഓരോരോ വിഷയങ്ങളുണ്ടാക്കി, ഓരോ രാഷ്ട്രീയ ചർച്ചകളുണ്ടാക്കി ഈ സിനിമയ്ക്ക് അതുപോലെ ഇത് കൊടുത്തിട്ട് ആൾക്കാരെ മുഴുവൻ ഇടിച്ച് തിയേറ്ററിലേക്ക് കയറ്റുക എന്ന് പറയുന്നത് അത് അവരുടെ ഒരു ബിസിനസ് തന്ത്രമാണ്. അവരതിൽ വിജയിച്ചിരിക്കുകയാണ്. അല്ലാതെ ഇതിൻ്റെ അകത്ത് വലിയ വിവാദമുണ്ടാക്കുന്ന സംഭവങ്ങളോ കൊടുമ്പിരി ഉണ്ടാക്കുന്ന രംഗങ്ങളോ ഒന്നുമില്ല. പ്രിയ കൂട്ടുകാരെ, നമസ്കാരം. പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. ഇപ്പം കേരളം മുഴുവനല്ല, ഇന്ത്യ മുഴുവൻ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ചർച്ച. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എമ്പുരാൻ എന്ന സിനിമയെ പറ്റിയാണ് ഇപ്പം ചർച്ച മുഴുവൻ. ഭയങ്കര ചർച്ചയാണ്. അപ്പം ഈ സിനിമ നമ്മൾ റിലീസാകാൻ വേണ്ടി നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു സിനിമയും കൂടെയാണ്. കാരണം ഞാനും ഒരു ലാലേട്ടൻ ഫാനാണ്. അപ്പം ലാലേട്ടൻ്റെ ഏത് സിനിമ ഇറങ്ങിയെന്ന് പറഞ്ഞാലും നമുക്കത് കാണണം. ഏതാ 1-2 ദിവസം താമസിച്ചെന്ന് പറഞ്ഞാൽ പോലും നമുക്കത് കാണണമെന്ന് തോന്നി. അപ്പോൾ ഈ പ്രാവശ്യം എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയത്ത് 1-2 ദിവസമല്ല, എനിക്കും തിരക്കായിപ്പോയി. എങ്കിലും ഈ സിനിമ ഇറങ്ങിയ സമയം തൊട്ട് ഞാൻ അതിൻ്റെ റിവ്യൂകളെല്ലാം A to Z ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയല്ല, ഈ സിനിമയുടെ നിർമ്മാണം മുതൽ പൃഥ്വിരാജ് പല കാര്യങ്ങളും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ സിനിമയ്ക്ക് വേണ്ടി മുടക്കിയ പൈസ ഒക്കെ കേട്ടിട്ട് നമ്മൾ തന്നെ ശരിക്കും ഞെട്ടിപ്പോയി. നമ്മുടെ മലയാള സിനിമയിലാണല്ലോ 250 കോടി രൂപ മുടക്കി ഒരു സിനിമ എന്നൊക്കെ പറയുന്നത് നമുക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം നമ്മുടെയൊക്കെ ഒരു സമയത്ത് ജുറാസിക് പാർക്ക് എന്നൊക്കെ പറഞ്ഞ സിനിമ കോടികൾ മുടക്കി ഇതുപോലെ നല്ല വിഷ്വൽ ഇഫക്റ്റോട് കൂടിയൊക്കെ പടം ഇറങ്ങിയപ്പോഴത്തേന് നമ്മളൊക്കെ തിയേറ്ററിൽ കണ്ട് അന്തം വിട്ടുപോയി. കാരണം മലയാളികൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും, മലയാള സിനിമയിൽ എന്ത് വന്നെന്ന് പറഞ്ഞാലും അതിന് കുറച്ച് ആൾക്കാർ വിമർശനമായിട്ട് വരും. അത് ചെയ്തത് ശരിയായില്ല, അത് തന്നെയല്ല മോഹൻലാൽ അത്രയും പേരെ ഒറ്റയ്ക്ക് ഇടിച്ചിടാൻ പറ്റുമോ, മറ്റേ മറിച്ച് രജനീകാന്ത് ഒരു കൈയുടെ വിരല് കൊണ്ട് 10 പേരെ ഇടിച്ചിട്ടെന്ന് പറഞ്ഞാൽ പോലും അവിടെ കയ്യടിയാണ്. മലയാള സിനിമ നടന്മാർക്ക് അത് കിട്ടാറില്ല. കാരണം അവരെ എപ്പോഴും വിമർശനത്തിന്റെ പാതയിലൂടെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനും അതിൻ്റെ അതൊക്കെ ഉൾപ്പെടുന്ന ആൾക്കാരാണ്. ഞാൻ ആരെയും അങ്ങനെ കുറ്റം പറഞ്ഞല്ല, എല്ലാം കൂടുതൽ ആൾക്കാർ മലയാള സിനിമയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയുടെ ചർച്ച നടക്കും തൊട്ട്, അതുപോലെ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കും തൊട്ട് ആന്റണി പെരുമ്പാവൂരും അതുപോലെ പൃഥ്വിരാജും മോഹൻലാലും എല്ലാം സിനിമയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേന് നമുക്കൊരു ആകാംക്ഷയുണ്ട്, ഈ സിനിമ ഒന്ന് കാണണം, ഇറങ്ങുമ്പോൾ അത് കാണണമെന്നും. ഞാനിതിൻ്റെ റിവ്യൂകളൊക്കെ കണ്ട്, അപ്പം 1-2 റിവ്യൂവിൻ്റെ അകത്തൊക്കെ സിനിമയെപ്പറ്റി നല്ല അഭിപ്രായം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 1-2 റിവ്യൂവിൻ്റെ അകത്തൊക്കെ ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്തൊക്കെ വന്നിരിക്കുന്നത് చాలా നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് മോഹൻലാലിനെ നെഗറ്റീവായിട്ട്, മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് നെഗറ്റീവ് കൊടുക്കുന്നു, അത് സിനിമയെ തളർത്താൻ പോകുന്നു, അങ്ങനെയാന്നൊക്കെ പറഞ്ഞ് പിന്നെ അതിനെപ്പറ്റിയൊക്കെ പിന്നെ ഭയങ്കര ചർച്ച വന്നു. അതിനുശേഷമാണ് സിനിമ റിലീസായപ്പോഴത്തേനാണ് അതിലും വലിയ പ്രശ്നമാണ് സിനിമയ്ക്കകത്തുണ്ടായ കുറെ രംഗങ്ങൾ ഭയങ്കര, നമ്മുടെ സമൂഹത്തില് ഭയങ്കരമായിട്ടുള്ള ഇന്ത്യ എന്ന മഹാരാജ്യത്തെ വരെ തകർക്കാൻ പറ്റിയുള്ള വിഷയങ്ങളാണ് ആ സിനിമയ്ക്കകത്തെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രചരണം വന്നു. അപ്പം ആ സിനിമയ്ക്ക് നല്ലൊരു ഹൈപ്പ് അതിന്റെ നിർമ്മാതാക്കൾ കൊടുത്തു. കാരണം 250 കോടി രൂപ മുടക്കുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ഈ അടുത്ത കാലത്തൊക്കെ എനിക്ക് തോന്നുന്നത് കൂടുതൽ വയലൻസ് രംഗങ്ങൾ കൂടുതൽ വന്നത് മാർക്കോ എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പം മാർക്കോയുടെ അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നുള്ളത് ഞാനും അതിൻ്റെ അകത്ത് വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രയ്ക്കുള്ള ഒരു വയലൻസ് ആണ് ആ സിനിമയ്ക്കകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റിയുള്ള ചർച്ചകളൊക്കെ പൊടി പൊടിക്കുമ്പോൾ എമ്പുരാൻ ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ നിർമ്മാതാക്കൾക്കറിയാം എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയാലും അതിൻ്റെ അകത്ത് ഇതുപോലുള്ള കുറെ രംഗങ്ങളുണ്ട്. അപ്പൊ അത് അതിജീവിക്കണം. അപ്പൊ എമ്പുരാന്റെ ആദ്യത്തെ നിങ്ങൾക്കറിയാം ലൈക്ക എന്ന് പറഞ്ഞ കമ്പനിയാണ് അതിന്റെ ഫിനാൻസ് ചെയ്തുകൊണ്ടിരുന്നത്. അവരതിൽ നിന്ന് പിന്മാറിയപ്പോഴത്തേന് പിന്നെ ഒരു വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് ഏറ്റെടുക്കും. കാരണം ഇത്ര 250 കോടി രൂപ മുടക്കാൻ വേണ്ടി, അതും ഈ സിനിമ എന്തെങ്കിലും ഫെയിലായി പോയി കഴിഞ്ഞാൽ ഓർത്ത് വയ്ക്കാം, മോഹൻലാലിന്റെ സിനിമ ഫെയിലാകുകയാണെന്നൊക്കെ എല്ലാവരും പറയുമെങ്കിലും കോടികൾ മുടക്കിയതാ ബറോസ് എന്ന് പറഞ്ഞ സിനിമ. നിങ്ങൾക്കറിയാം സാമ്പത്തികമായി വളരെ പരാജയപ്പെട്ടു. അതും വരാൻ മേലായികയില്ല. അല്ല മോഹൻലാലിന്റെ എല്ലാ സിനിമയും കോടികൾ പാറണമെന്നോ 50 കോടി ക്ലബ്ബ് 100 കോടി ക്ലബിലേക്ക് പോകണമെന്നൊന്നുമില്ല. അപ്പൊ ഇതിന്റെ നിർമ്മാതാക്കൾക്ക് ആകെപ്പാടെ ഒരു ആശങ്കയായി. അപ്പൊ ഈ ഒരു പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കാം, അതിന് മുന്നിട്ട് ഇറങ്ങിയത് ഞാൻ ആ ഗോകുലം ഗോപാലിനെ അഭിനന്ദിക്കുകയാണ്. കാരണം അദ്ദേഹം രണ്ടും കൽപ്പിച്ച് ഇതിൻ്റെ അകത്ത് എടുത്തു ചാടി. അതുപോലെ തന്നെ
പടം റിലീസായി കഴിഞ്ഞപ്പോഴത്തേനാണ് ഈ പടത്തിനെതിരായിട്ട് ഇതുപോലുള്ള പ്രചരണങ്ങൾ വന്ന്, അതുപോലെ മുഖ്യമന്ത്രി കാണാൻ പോകുന്നു, മന്ത്രിസഭ ചർച്ച ചെയ്യുന്നു, അതുപോലെ ചാനല്, യൂട്യൂബ് അടക്കം എല്ലാത്തിന്റെ അകത്ത് എമ്പുരാനെ പറ്റിയുള്ള ചർച്ചയാണ് ഇപ്പം പൊടി പൊടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വന്നപ്പോഴത്തേന് എനിക്കും തോന്നി നമുക്കും സിനിമ ഒന്ന് കാണണം. അപ്പൊ അതിൻ്റെ അകത്ത് കുറെ രംഗങ്ങളൊക്കെ വെട്ടിമാറ്റാൻ പോവാന്നും പറഞ്ഞ് ഭയങ്കര ചർച്ചയാണ്. സിനിമയിലെ രംഗങ്ങളെല്ലാം വെട്ടിമാറ്റുകയാണ്. 21 വെട്ട്, 17 വെട്ട്, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ഓരോ ദിവസം കേട്ടുകൊണ്ടിരിക്കുക. ഓരോ ദിവസം വെട്ട് കൂടിക്കൊണ്ടിരിക്കുക. അപ്പം എല്ലാവർക്കും ഒരു ആകാംക്ഷയുണ്ട്. പൊതുജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഇതൊന്ന് അതിന് മുമ്പായിട്ട് ഇത് പോയി ഒന്ന് കാണണമെന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടിയാണ് ഇപ്പം ഞാനും ഈ സിനിമയെ പറ്റി ഒന്ന് പറയണമെന്നുണ്ടെങ്കിൽ, ഒരു റിവ്യൂ ആണെങ്കിലും സിനിമയുടെ കാര്യങ്ങൾ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കണ്ടെങ്കിലല്ലേ ഇതിന്റെ അഭിപ്രായം പറയാത്തുള്ളൂ. അപ്പൊ ഞാൻ ഇന്നലെ ഫ്രീ ആയിരുന്നു. അന്നേരത്തേന് ഇന്നലെ കോട്ടയത്ത് എല്ലാ തിയേറ്ററിലും ഭയങ്കര ഹൗസ്ഫുള്ളായിട്ട് സീറ്റില്ല. അപ്പം മാറ്റിനി കാണാൻ വേണ്ടി നോക്കിയിട്ട് സീറ്റില്ല. അപ്പം ഞാൻ കൊമരകത്ത് വൈഫിന്റെ വീട് എവിടെയാണ്, അവിടെ എൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞ പുതിയ ഫിലിം തിയേറ്ററിൽ വെൽവെറ്റ് സിനിമയൂസ്, അവിടെ ഞാൻ പോയി പടം കണ്ട്. നല്ല ഫിലിം തിയേറ്റർ തന്നെയാണ്. കാരണം നല്ല തിരക്കും ഉണ്ടായിരുന്നു, അസാമാന്യം തിരക്കും ഉണ്ടായിരുന്നു പടത്തിന്. ഞാൻ പടം കണ്ട് തുടങ്ങിയ കുറച്ചായി കഴിഞ്ഞതിന് ശേഷമാണ് മോഹൻലാലിന്റെ എൻട്രി ഒക്കെ വരുന്നത്. അപ്പൊ അത് തിയേറ്ററിൽ നമുക്കറിയാം, ലാലേട്ടന്റെ ഒക്കെ എൻട്രി എന്നൊക്കെ പറയുന്നത് നല്ല നമ്മളൊക്കെ കോരിത്തരിക്കുന്ന രംഗങ്ങളാണ് ഈ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തൊക്കെ വന്നത്. എന്ന് പറഞ്ഞ പോലെയാണ് ഞാനും പ്രതീക്ഷിച്ചത്. അങ്ങനെ ഇതിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ സിനിമ കണ്ട് എന്നെ സംബന്ധിച്ച് എന്റെ അഭിപ്രായമാണ്, പലരും ലാലേട്ടനും ഫാനൊക്കെ സിനിമ ഭയങ്കര സംഭവമാണെന്ന് പറയുമ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് സിനിമ അത്ര എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ സിനിമയുടെ കഥയായിട്ടുള്ള ബേസ് ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു ആവറേജ് സിനിമ എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് എനിക്ക് ആ സിനിമയ്ക്കകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേക്കിങ്, അത് സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, മലയാള സിനിമയിൽ നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് പൃഥ്വിരാജ് സുകുമാരൻ ആ സിനിമയിലൂടെ നമുക്ക് തന്നിരിക്കുന്നത്. അതിന് അദ്ദേഹത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാകത്തില്ല. കാരണം ആന്റണി പെരുമ്പാവൂര്, അതുപോലെ ഗോകുലം ഗോപാലിനെ, അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ഈ രീതി റിലീസായത്. അപ്പൊ ഇതിന്റെ മേക്കിങ്ങും അതുപോലെ പല രാജ്യങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളും നമ്മുടെ ഒരു ഫിലിം തിയേറ്ററിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കോരിത്തരിക്കും എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും കിടിലൻ രംഗങ്ങളാണ് ആ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അതിനെ നിങ്ങളൊക്കെ എന്ത് നെഗറ്റീവ് അല്ലെ എന്ത് മോശം കമന്റും അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള എന്ത് വിമർശനങ്ങൾ പറഞ്ഞാൽ പോലും അതിന്റെ മേക്കിംഗ് എന്ന് പറഞ്ഞത് അസാമാന്യ മേക്കിംഗ് ആണ്. അത് ഒരു കാരണവശാലും നമുക്ക് ഇത് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെയൊക്കെ മലയാള സിനിമ ഇന്ന് അമേരിക്കയിലാണേലും ലോകരാജ്യങ്ങളിൽ എവിടെ ചെന്നാലും നമ്മുടെയൊക്കെ സാങ്കേതിക വിദ്യ ഇത്രമാത്രം വളർന്നെന്നുള്ളത് അത് നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന കാര്യമാണ്. അതിന് ഇതിന്റെ അണിയറ പ്രവർത്തകരെ മുഴുവൻ ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷെ കഥയുടെ കാര്യത്തിൻ്റെ അകത്ത് പോരായ്മയുണ്ട്. അത് എന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ സിനിമയിലെ കുറച്ച് രംഗങ്ങൾ റീസെൻസർ ചെയ്യാൻ പോവാന്നൊക്കെ പറഞ്ഞുള്ള വിവാദങ്ങൾ പൊടി പൊടിക്കുമ്പോൾ നമുക്കറിയാം, ഒരു സിനിമ എന്ന് പറയുന്നത് സെൻസർ ബോർഡിന്റെ മുന്നിൽ പോയതിനു ശേഷം അവരെ അപ്രൂവ് കിട്ടിയതിനു ശേഷം മാത്രമാണ് അതിന് പ്രദർശനാനുമതി കൊടുക്കുന്നത്. ആ ഒരു സിനിമ തിയേറ്ററുകളിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, ഹൗസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് അതിനകത്ത് രംഗങ്ങൾ വെട്ടിമാറ്റാൻ പോവാണ്, ഇത് വിവാദമുണ്ടാകുന്നു, ഇത് റീസെൻസർ ചെയ്യാൻ പോകുന്നു പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും അതുപോലെ രൂക്ഷമായ വിഷയമാണെന്നുണ്ടെങ്കിൽ അന്നേരം കോടതി ഇടപെട്ട് പറയും, ഇത് നിർത്തിവെച്ചേക്ക്, പടം നിർത്തിവെച്ചാൽ ഇതിന്റെ സെൻസറിങ് കഴിഞ്ഞിട്ട് മാത്രം ഇത് പടം ഓടിച്ചാൽ മതി എന്നാ പറയത്തുള്ളൂ. അതിന് പകരമായിട്ട് മാക്സിമം ആൾക്കാർ കാണാനുള്ള കുറെ ദിവസങ്ങൾ, ഒരു സിനിമ ഇറങ്ങി അവർക്ക് ഏകദേശം ഈ പണം എത്തുന്നിടം വരെ കുറെ ദിവസങ്ങൾ ഇത് ആൾക്കാർ ഇടിച്ച് കയറെങ്കിൽ മാത്രമേ ഉള്ളൂ ആ സിനിമയ്ക്ക് ഏറെക്കുറെ പകുതി എങ്കിലും മുടക്കുമുതലേ കിട്ടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു പ്രചരണം കൊടുത്തത്. അല്ലെങ്കിൽ എന്തിനാ സെൻസർ ബോർഡ് ഇതുപോലെ കട്ട് ചെയ്യാനുള്ള രംഗങ്ങൾ ഉള്ള സിനിമ ഇന്ന ദിവസം കട്ട് ചെയ്യും, അല്ല ഇത്രാം തീയതി കട്ട് ചെയ്യും, അല്ല നാളെ തൊട്ട് കട്ട് ചെയ്തതിന് ശേഷമുള്ള ഭാഗമായിരിക്കും നിങ്ങൾ കാണുമെന്ന് പറയേണ്ട കാര്യമുണ്ടോ? അത്രയ്ക്കും വിവാദ രംഗങ്ങളാണ്. ആ പടം നിർത്തിവെക്കാൻ പറയണ്ടേ? കോടതിയാണെങ്കിലും സെൻസർ ബോർഡ് ആണെങ്കിലും അവർ പറയണ്ടേ ഈ പടം പ്രദർശിപ്പിക്കാൻ പറ്റത്തില്ല, ഇത് റീസെൻസർ ചെയ്യണം. അങ്ങനെ ഒരു പരാതി പോലും അവരുടെ മുന്നിൽ വരാതെ ഈ മനുഷ്യരെ മുഴുവൻ വെണ്ടിയാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ളൊരു പരിപാടി കണ്ടപ്പോഴത്തേന് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി നമുക്ക് സിനിമയിലേക്ക് വരാം. സിനിമയിൽ ആദ്യത്തെ കുറച്ച് 15-20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10-30 മിനിറ്റ് രംഗങ്ങളെന്ന് പറയുന്നത് വേറൊരു രാജ്യത്ത് നടക്കുന്ന സംഭവമാണ്. അതിനെ കലാപമായിട്ടൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതൊക്കെ എന്ന് പറയുന്നത് ഞാൻ അതിൻ്റെ അകത്ത് രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിൽ ഒരു മോശമായിട്ടുള്ളതല്ല. പക്ഷെ അത് ചിത്രീകരിച്ചിരിക്കുന്ന രംഗങ്ങളെല്ലാം നല്ല കിടിലം രംഗങ്ങൾ തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്.
അതുപോലെ തന്നെ പൃഥ്വിരാജിന്റെ ഒരു എൻട്രി ഉണ്ട്. അത് നമുക്ക് ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് പൃഥ്വിരാജ് മോഹൻലാലിന്റെ ഒപ്പമുണ്ട്. പക്ഷെ പൃഥ്വിരാജിന്റെ ഫ്ലാഷ് ബാക്ക് എന്താണെന്നുള്ളത് ലൂസിഫറിന്റെ അകത്തില്ല. പക്ഷെ ഇത് ഒരു ഫ്ലാഷ് ബാക്ക്, ഒരു കുത്തിത്തിരി കയറ്റിയ ഒരു ഫ്ലാഷ് ബാക്കാണ് ഈ ലൂസിഫറിന്റെ അകത്ത് വന്നിരിക്കുന്നത്. കാരണം അത് അങ്ങനെ വന്നിരിക്കുന്നതുകൊണ്ട് നമുക്കറിയാം, എടുത്തറിയാം ആ ഒരു ഫ്ലാഷ് ബാക്ക്, പൃഥ്വിരാജിന്റെ ഫ്ലാഷ് ബാക്ക് എന്നാന്നുള്ളത് ഇവർ അതിൻ്റെ അകത്ത് കാണിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കിയെന്നുള്ളൂ. അതുപോലെ തന്നെ ആന്റണി പെരുമ്പാവൂർ ഇതിന്റെ നിർമ്മാതാവാണ്. അദ്ദേഹത്തിന്റെ ഒരു റോള് അതിൻ്റെ അകത്തൊരു ആവശ്യമില്ലാത്ത ഒരു റോളാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് റാവുത്തർ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതും അത്രയ്ക്ക് അങ്ങോട്ട് പോരാ. അത് നമുക്കൊരു വിരസത തോന്നും. കാരണം പിന്നെ പടത്തിന്റെ പ്രൊഡ്യൂസർ അല്ലേ, അപ്പൊ ഒരു വേഷം ചെയ്യും. അതേ ഒരു സിനിമയ്ക്കകത്തൊക്കെ വേഷങ്ങൾ ചെയ്യുമ്പോഴത്തേന് ഈ ഒരു വേഷം അത്യാവശ്യം ഇങ്ങനെയൊക്കെ പോകാമെന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്കൊരു വിരസത പോലെ അതിൻ്റെ അകത്ത് തോന്നുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള മഞ്ജു വാര്യരുടെ രംഗങ്ങൾ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്കും നല്ലൊരു പെർഫോമൻസ് ആണ്. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് ലൂസിഫർ പോലെയുള്ളൊരു നമുക്ക് മനസ്സിൽ പിടിച്ചിരിക്കത്തക്ക യാതൊന്നുമില്ല. കുറെ വെട്ടും കുത്തും കൊലപാതകങ്ങളും അങ്ങനെ ഒരു രീതിയിലേക്ക് ഈ മാർക്കോയിലൊക്കെ വന്ന പോലെ കുറെ വയലൻസ് രംഗങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. പിന്നെ അതിനകത്ത് വെട്ടും കട്ട് ചെയ്തെന്ന് പറഞ്ഞ കുറച്ച് ഭാഗങ്ങൾ എന്താണെന്ന് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. കാരണം അതിന് അത്രയ്ക്കും ഒരു സംഭവം ആ സിനിമയ്ക്കകത്ത് കാണിക്കുന്നില്ല. അതുപോലെ മഞ്ജു വാര്യരുടെ ഒരു പ്രസംഗമുണ്ട്. അതുപോലെ വണ്ടിപ്പെരിയാർ ഷൂട്ട് ചെയ്തൊരു ഭാഗമുണ്ട്. ഡാമിന്റെ പാട്ടക്കരാറിന്റെ ഒക്കെ കണക്ക് പറയുന്നുണ്ട്. അപ്പം പിന്നെ വേറെ ഒരു ഡാമാണ് അത് ചിത്രീകരിച്ചൊക്കെ പറയുന്നത്. പക്ഷെ ഇന്നിപ്പം തമിഴ്നാട്ടിൽ അതിനുവേണ്ടി ഒരു വലിയൊരു വിഷയം തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. മുല്ലപ്പെരിയാർ ഡാം, അതിനെപ്പറ്റിയുള്ള വിവാദമാണെന്ന് പറഞ്ഞ് തമിഴ്നാട് ഇപ്പം കത്തിക്കാൻ പോവാണ്. അപ്പൊ അങ്ങനെ കേരളം ഇപ്പം വലിയ താമസമില്ലാതെ കത്തിക്കുമെന്ന് തോന്നുന്നു. കാരണം അതുപോലെയുള്ള ചർച്ചകളാണ് ഇത് വന്നിരിക്കുന്നത്. ഒരു സിനിമയാണ് ഞാൻ ഓർക്കുവായിരുന്നൊക്കെ മലയാളികൾ ശരിക്കും എന്തുമാത്രം വിഡ്ഢികളാണ്. ഞാനും നിങ്ങളും ഒക്കെ വെറും വിഡ്ഢികളാകുന്നു എന്നൊരു കാര്യമാണ് ഈ സിനിമ കൊണ്ട് വന്നിരിക്കുന്നത്. കാരണം ഒരു സിനിമയെ സിനിമയായിട്ട് കാണുകയും ഒരു സിനിമയ്ക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അത് നമ്മുടെ മലയാളത്തിൽ ഇല്ലാതെ വന്നിരിക്കുകയാണ്. ഒരു സിനിമ ഇറങ്ങി കഴിയുമ്പോഴത്തേന് അതിൻ്റെ അകത്ത് അഭിനയിച്ചിരിക്കുന്ന നടൻ അവന്റെ കഥാപാത്രമല്ല, ആ നടൻ ഏത് ജാതിയാണ്, അവന്റെ മതം ഏതാണ്, അവൻ എങ്ങനെയുള്ളവനാണ്, അതിനെപ്പറ്റിയാണ് പിന്നെ ചർച്ചയും കാര്യങ്ങളൊക്കെ അല്ല. ഈ അടുത്ത കാലത്ത് ഇറങ്ങി ഒരുപാട് സിനിമകൾ ഇതുപോലെ ഡീഗ്രേഡ് ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ ആയി പോയിട്ടുണ്ട്. കാരണം അതിൻ്റെ അകത്തെ കഥയെപ്പറ്റിയല്ല, നടന്മാരെ ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു പ്രവണത മലയാള സിനിമയിൽ ഇന്ന് കൂടുതലാണ്. അപ്പൊ ഞാനിപ്പം പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞാൽ മലയാളികൾ വിഡ്ഢികളാന്ന് പറഞ്ഞ കാര്യം, ഈ സിനിമയ്ക്ക് മുടക്കുമുതൽ എന്ന് പറയുന്നത് 250 കോടി എന്ന് പറഞ്ഞു. ഈ പണം തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നിസ്സാര കളി കളിച്ചാൽ പറ്റത്തില്ലെന്ന് ഇതിന്റെ നിർമ്മാതാക്കളായ ആന്റണി പെരുമ്പാവൂരിനും പൃഥ്വിരാജിനും അതുപോലെ കഥ എഴുതിയ ആളും മോഹൻലാലിനും എല്ലാവർക്കും അറിയാം. ഈ സിനിമ ഇത്രയും പൈസ പിടിക്കണമെന്നുണ്ടെങ്കിൽ നിസ്സാര കാര്യമല്ലെന്ന്. ഇതിന്റെ പിന്നിൽ ഇതെല്ലാം ബിസിനസ്സാണ്. നിങ്ങൾക്കറിയാം, ഒരു സിനിമയെപ്പറ്റി വിവാദങ്ങൾ ഉണ്ടാകുകയും അതിൻ്റെ അകത്തെ രംഗങ്ങളെ പറ്റിയുള്ള ഭയങ്കര ചർച്ചകളും വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ആൾക്കാർ ഇളകത്തുള്ളൂ, തിയേറ്ററിലേക്ക് പോകത്തുള്ളൂ, പണം ഭാരത്തുള്ളൂ എന്ന് പറയും. ഞാനിപ്പോൾ സിനിമയ്ക്ക് പോയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഫാമിലിയായിട്ടാണ് പോയത്. എന്നാലും 1000 രൂപ അടുത്ത് നമുക്ക് ചിലവഴിച്ചു. പൈസയുടെ കണക്കല്ല പറഞ്ഞത്. എന്ന് പറഞ്ഞ പോലെ ഈ കേരളത്തിലുള്ള ഒരുപാട് ആൾക്കാർ ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടി തിയേറ്ററിലേക്ക് ഇടിച്ചു കയറുന്ന കാഴ്ചയാണ് ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളിൽ കണ്ടിരിക്കുന്നത്. ഇതും വെറും വെട്ടിത്തരം. അത് തന്നെയല്ല, മലയാളികളെ പറ്റിക്കുന്നു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഇത്രയ്ക്കും ഈ സിനിമ ഒന്നുമല്ല. ഈ സിനിമ എന്ന് പറയുന്നത് ഒന്നുമല്ല. ഇതിന് മാത്രം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷെ ഇത് മുഴുവൻ ജനങ്ങളെ വെറും വിഡ്ഢികളാക്കിക്കൊണ്ട് ഇതിന്റെ നിർമ്മാതാക്കളും അണിയറ പ്രവർത്തകരും ഓരോരോ വിഷയങ്ങളുണ്ടാക്കി, ഓരോ രാഷ്ട്രീയ ചർച്ചകളുണ്ടാക്കി ഈ സിനിമയ്ക്ക് അതുപോലെ ഇത് കൊടുത്തിട്ട് ആൾക്കാരെ മുഴുവൻ ഇടിച്ച് തിയേറ്ററിലേക്ക് കയറ്റുക എന്ന് പറയുന്നത് അത് അവരുടെ ഒരു ബിസിനസ് തന്ത്രമാണ്. അവരതിൽ വിജയിച്ചിരിക്കുകയാണ്. അല്ലാതെ ഇതിൻ്റെ അകത്ത് വലിയ വിവാദമുണ്ടാക്കുന്ന സംഭവങ്ങളോ കൊടുമ്പിരി ഉണ്ടാക്കുന്ന രംഗങ്ങളോ ഒന്നുമില്ല. ഇന്നലെ ഒരു ചാനലിനകത്ത് കണ്ടത് സുരേഷ് ഗോപിയുടെ രംഗം വെട്ടിമാറ്റി. സുരേഷ് ഗോപിയുടെ പേര് മാത്രം എഴുതി കാണിക്കുന്നുള്ളൂ, അത് വെട്ടിമാറ്റി. അതുപോലെ ഓരോരോ മഞ്ജു വാര്യരുടെ രംഗങ്ങൾ വെട്ടിമാറ്റി. അതുപോലെ ഒരു കൊലപാതകം വെട്ടിമാറ്റി. എങ്ങനെ വെട്ടുകാണ്ട് ഓരോ ചാനലിനകത്തൊക്കെ കാണിച്ചിരിക്കുക 21 വെട്ടെന്നൊക്കെ പറഞ്ഞ് ഏതാണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴത്തേന് വെട്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് ഈ മുറിവുകളുടെ കണക്ക് പറഞ്ഞ പോലെയാണ് ഇവർ ഇത് ലൈവ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചാനലുകളിൽ മുഴുവൻ ലൈവ് കാണിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം കണ്ടുകൊണ്ട് മലയാളികൾ, നമ്മളെപ്പോലെയുള്ള ആൾക്കാർ, വിഡ്ഢികളായ നമ്മളെല്ലാം കൂടെ പോയി തിയേറ്ററിൽ കയറി ഈ 250 കോടി തികച്ചു കൊടുക്കണം.
അതാണ് ഇവരുടെ ഉദ്ദേശം, അല്ലാതെ വേറെ ഒന്നുമല്ല. ആരൊക്കെ മലയാള സിനിമയിലെ എല്ലാ റിവ്യൂമാരും എല്ലാം, ഞാനും മോഹൻലാലിന്റെ ഫാൻസാണ്. മോഹൻലാലിന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെയാണ്. അദ്ദേഹത്തിന്റെ അഭിനയം അതെന്നും അതിനൊരു മാറ്റവും ഇല്ല. പക്ഷേ ലൂസിഫറിന് അത്ര പോരാ എമ്പുരാൻ. ഇതിന്റെ 3-ാം ഭാഗം വരികയാണ്. അതിനെപ്പറ്റി ലാലേട്ടൻ പറയുന്നത് കേട്ടു. അതിൻ്റെ അകത്ത് ലാലേട്ടന്റെ മകനാണ് പ്രണവാണ് അതിൻ്റെ അകത്ത് മോഹൻലാലിന്റെ റോളിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്കതൊക്കെ കാത്തിരുന്ന് കാണാം. അപ്പം ലാലേട്ടൻ പറയുന്നതും കൂടെ കേൾക്കാം. ലൂസിഫർ എന്ന സിനിമയിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രം ആ സിനിമയുടെ അവസാന ഘട്ടത്തിൽ അയാൾക്ക് മറ്റൊരു പേരുണ്ടെന്നും അയാൾ ഭരിക്കുന്ന മറ്റൊരു ലോകമുണ്ടെന്നും നിങ്ങളെ അറിയിച്ചു. 2-ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഖുറേഷി അബ്രഹാം എന്ന ആ കഥാപാത്രവും അയാളുടെ ലോകവുമാണ് നിങ്ങൾ കൂടുതൽ പരിചയപ്പെടാൻ പോകുന്നത്. എങ്ങനെ ഖുറേഷി അബ്രഹാം അയാളുടെ ലോകത്തിലെ പ്രശ്നങ്ങളും കേരളം അഭിമുഖീകരിക്കുന്ന ഇപ്പോഴത്തെ പുതിയ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ടാക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഈ സിനിമ. ഖുറേഷി അബ്രഹാം അഥവാ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തിന്റെ മുഴുവൻ കഥ ഒരുപക്ഷെ നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ ഈ ഫ്രാഞ്ചൈസിന്റെ ഈ ട്രിയോളജിയായി പറയാൻ പോകുന്ന ഈ കഥയുടെ 3-ാം ഭാഗവും കാണേണ്ടി വരും. അതുകൊണ്ട് തന്നെ 2-ാം ഭാഗത്തിന്റെ അവസാനത്തിൽ 3-ാം ഭാഗത്തിലേക്കുള്ള ലീഡ് കൂടി കാണാൻ സാധിക്കും. എന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ സിനിമ ആയിട്ടാണ് ഞാൻ എമ്പുരാനെ കണക്കാക്കുന്നത്. അതിന്റെ 2-ാം ഭാഗം വളരെ ശ്രദ്ധയോടും വലിപ്പത്തിലും ചിത്രീകരിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. Wow.